ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഇതല്ല അല്ലല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന തന്നെ പഴയ സംഭവം, ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് വളരെ വളരെ കുറച്ച് വൈകിപ്പോയില്ലേ സത്യം പറഞ്ഞാൽ. എത്രയോ വർഷം വേണ്ടല്ലേ ഈ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞപ്പോ ഓണത്തിന് സിനിമ ഇറങ്ങുന്ന അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ബാബുട്ടിനെതിരെ ആരോപണം വരുന്നു, അമ്മ സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി ഒന്നും ഇല്ല. പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു എന്താ പറയണ്ടേ ഒരു ചിതപ്പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സംഘടനയല്ല ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാരും അങ്ങനെ ഒരു മോശം അവസ്ഥ വന്നല്ലോ. അപ്പോ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു മോശം, ഇത് എല്ലാവരെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കുറച്ചുപേര് കാരണം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുപേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇത് പല പല അലിഗേഷൻസ് നമ്മുടെ എന്റെ ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളോട് അടക്കം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ആൾക്കാരുടെ അപ്രോച്ച് ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്. ഇപ്പൊ പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ്. അപ്പൊ അതൊക്കെ ആ രീതിയിൽ ഒരു മങ്ങലേറ്റിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിയിൽ. അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിന്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് പ്രശ്നം നടക്കുന്നതിനിടയിൽ ഇവിടെ 2 സിനിമകൾ സൂപ്പർഹിറ്റ് ആയിട്ട് ഓടി. വാഴ തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കളക്ഷനൊന്നും ബാധിച്ചിട്ടില്ല. വാഴ അപ്പോഴും വലിയ ജനത്തിരക്കോട് കൂടി തന്നെ ആഴ ഓടി, നടക്കുഴി ഓടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിൽ കാണാൻ വരുന്നതോ നമ്മൾ ഇതൊന്നും ബാധിക്കാൻ പറ്റില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും, ഇപ്പൊ കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, വരികയും അത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നുള്ളതാണ് വിശ്വാസം. കുറച്ചു കാലം എന്താണെങ്കിലും ഒരു ഇതിന്റെ പുറകിൽ എല്ലാവരും ഉണ്ടല്ലോ, ഇതിന്റെ പുറകിൽ അന്വേഷണമായിട്ട് മീഡിയ പ്രത്യേകിച്ച് അതിന്റെ പുറകെയാണ് അന്വേഷിക്കാൻ. അപ്പോ കഴിഞ്ഞ ദിവസം സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് കാസ്റ്റിംഗ് കൗച്ച് ഡിഗ്രി ആയിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ പകരം കൂടി ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾക്ക് കേട്ടപ്പോ ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത്. സാധാരണ ആളുകൾക്കാണെങ്കിൽ പിന്നെയും ബാക്ക്ഗ്രൗണ്ടിന്റെ പോയി പറയും. പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞപ്പെടുത്തിയും അത് ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ആയിക്കോട്ടെ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനെ കാരണം ഇത് ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള. എനിക്കറിയാവുന്ന എന്റെ സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും പക്ഷെ എന്തിന്റെ പുറകെ നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും പലരും പുറത്തു പറയില്ല. പക്ഷെ ഇങ്ങനൊരു കമ്മിറ്റി വരുമ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്തു പറയാനും. ഇപ്പൊ സിനിമ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്കിപ്പോ ഒരു വർഷം 100, 130, 150 സിനിമകൾ നടക്കുന്നുണ്ട്. അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട്, നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കൗച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം. അതൊന്നും ഇല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഈ ചൂഷണമുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാ മേഖലയിലുണ്ട്. പക്ഷെ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. അപ്പൊ നമ്മളിപ്പോ പലരുടെയും ദുരവസ്ഥയും അവരനുഭവിച്ചതുമാണ് അവർ ഹേമ കമ്മിറ്റിയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വേറൊരാൾക്ക് അനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ പലരും പറയുന്ന കേട്ടു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചിട്ട് അവർക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ബാക്കിയുള്ളവർക്കില്ല എന്നാണ്. ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിലൊക്കെ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളതും. അപ്പൊ
ഇതിനൊരു അന്വേഷണം വരണം, ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം ഇതിന്റെ കുറച്ചുപേര് കാരണം പല എൻറ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും. സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ ഫ്രറ്റേണിറ്റി തന്നെ ഇങ്ങനെയാണെങ്കിൽ മൊത്തത്തിലൊരു ചീത്തപ്പേര് വരും. പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം, ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച്, എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റിംഗ് കൗച്ചിന്റെ പേരിലൊരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് ഇട്ടു. കാസ്റ്റിംഗ് കൗച്ച് ഇട്ടതിന് ശേഷം അതിന്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നു അവര്. അതിന്റെ പ്രൊഡക്ഷന്റെ കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് പ്രൊഡക്ഷന്റെ ഏതോ ഒരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത്. പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുകയും മെയിലിലോട്ട് ഫോട്ടോ അയക്കുകയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇവര് സംസാരിച്ചു തുടങ്ങി. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ ഈ കുട്ടികളെടുത്ത് ഒന്ന് രണ്ട് പേരെടുത്ത് അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് വോയിസ് നോട്ടുകൾ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ്, ആര് ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമുക്കൊക്കെ കൂടെ വേണ്ടി, അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ്, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും. നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഒരു ഇതുമില്ല. അങ്ങനെ ഇതൊരു കംപ്ലൈന്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടൻ അജുവിനെ വിളിച്ചു പറയുകയും ബി രാകേഷേട്ടനെ വിളിച്ചു പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മൾ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ് നമ്മളെ പേര് വലിച്ചിടുക. കാരണം നമ്മളീ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവര് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും, കോംപ്രമൈസ് വേണ്ടി വരും എന്നുള്ളത്. അത് നമ്മൾ അപ്പൊ തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മളന്ന് ഈ ഒറ്റ കാരണത്തിന്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു. കാരണം സിനിമയിൽ വരുന്ന കുറെ പേർക്ക് അങ്ങനെ പല പല ഉദ്ദേശങ്ങളാണ് പലർക്കും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കുക. നേരത്തെ മോള് പറഞ്ഞ പോലെ ഇതെന്ന് വെച്ചാൽ നിനക്കതിപ്പോ റിയാക്ട് ചെയ്യാൻ പറ്റി, ഓക്കെ, നീ ചിലപ്പോൾ തല്ലിയിട്ട് വരും. അങ്ങനെയല്ലല്ലോ, ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ അവസ്ഥയിൽ ചിലപ്പോ പെട്ടെന്ന് പകച്ചു പോകും, പേടിച്ചു പോകും. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് പലരുടെയും പേടിയത് ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിന്റെ പുറകെ പോണ്ടി വരും, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത്. പക്ഷെ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നാൽ നമുക്ക് എന്തുകൊണ്ട് നന്നായി, ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ. ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും ആർക്കൊക്കെ ദുരന്തം ഉണ്ടായിട്ടുള്ള അവർക്കൊക്കെ നീതി ലഭിക്കട്ടെ. ഇത്രയുള്ള ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ഭാഗം ചിലവഴിച്ച താരമായിട്ട് ആദ്യത്തെ ഉദ്ഘാടനം ചോദ്യം കേട്ടോ, എന്താ തോന്നട്ടെ? അഭിമാനം, വേറെന്താ? രോമാഞ്ചം കൈകൊടുത്തി രോമാഞ്ചം വരാനാണെങ്കിൽ കൈകൊടുത്തിരിക്കുക. അല്ലടാ, ഞാൻ പറഞ്ഞേ, അതൊക്കെ ഇത് ഞാൻ പറഞ്ഞേ, നാളെ നീയും ഇതുപോലെ ഒരു ലെവലിലെത്തും.